കമ്പയർ ടു പീപ്പിൾ ഇൻ കേരള, അവർക്ക് ഇംഗ്ലീഷ് ലെസൺസ് ഒരു ആവശ്യമില്ല. ദിസ് വാസ് ദ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ വിച്ച് ഐ ഹാഡ്. കാരണം ഇത്രയും പിള്ളേരുണ്ട്, പക്ഷെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റൂലെന്ന് വിചാരിച്ചാൽ അതൊരു വലിയ മോശമുള്ള കാര്യമാണ്. പക്ഷേ വെൻ യു ടീച്ച് സംവൺ സംതിങ്, ഇറ്റ് ഇസൻറ്റ് ജസ്റ്റ് മണി ദാറ്റ് യു ഗെറ്റ്. ദർ ഇസ് ദിസ് unrecognizable value അവരുടെ മുഖത്ത് കാണാൻ പറ്റും. So understanding what sucks first and doing that at the beginning of your day, then the rest of the things will be something you look forward to. മാർക്കിൽ ഒരു ചെറിയ ഡിപ്പ് ഉണ്ടായപ്പോൾ അവർ പറഞ്ഞു, മോനെ ഇതൊക്കെ കൊള്ളാം, പക്ഷെ മാർക്ക് കുറഞ്ഞ നീ പരിപാടി നിർത്തണമെന്ന് പറഞ്ഞു. വളരെ പവർഫുൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. ആ ഇംഗ്ലീഷിനോട് ഒരു താല്പര്യം തോന്നി പിന്നീട് ഒരുപാട് പേരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു യങ് ഓണ്ടർപ്രണറാണ് ഇന്ന് വിജയമന്ത്രയിൽ വിജയരഹസ്യം പറയാൻ വന്നിരിക്കുന്നത്. ജോൺ ആൻഡ് ജോയ്, വെൽക്കം ടു ദി ഷോ. താങ്ക് യു ബോസ്, നൈസ് ടു മീറ്റ് യു. നമുക്ക് ആദ്യം ചൈൽഡ്ഹുഡിൽ നിന്ന് തുടങ്ങാം. എവിടെയാണ് ജനിച്ചത്, എവിടെയാണ് വളർന്നത്, എന്താണ് പഠിച്ചത്? ഓക്കെ, വെൽ അങ്ങനെ ചോദിച്ചാൽ ജനിച്ചത് ഞാൻ പള്ളിയൂർത്തിയിലെ ഗൗതം ഹോസ്പിറ്റലാണ്. സോ പപ്പ പണ്ടേ പുറത്ത് തന്നെയായിരുന്നു. ഡാഡി സെയിൻറ്റ് ആൽബർട്സ് പഠിച്ചു, ആൻഡ് ദെൻ ഹി വെന്റ് ഔട്ട്സൈഡ്. കുവൈറ്റിലായിരുന്നു പപ്പ ആദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ മസ്കറ്റിലോട്ട് പോയി കല്യാണം കഴിച്ച് ചേച്ചി ഉണ്ടായി. എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, ചേച്ചി ഇപ്പോൾ കാനഡയിലാണ്. സോ ഫ്രം KG ടിൽ അറൌണ്ട് 6th സ്റ്റാൻഡേർഡ് നമ്മൾ മസ്കറ്റിൽ തന്നെയായിരുന്നു. ISM എന്ന് പറഞ്ഞൊരു സ്കൂളിൽ തന്നെയായിരുന്നു നമ്മൾ പഠിച്ചത്. സോ അവിടെ വെച്ച് തന്നെ യൂഷ്വലി ഇന്ത്യയിൽ നിന്ന് എല്ലാ സ്ഥലത്തുനിന്നും ISM ഉണ്ട്. ഇന്ത്യൻ സ്കൂൾ ഓഫ് മസ്കറ്റ്, ദർ പീപ്പിൾ ഫ്രം ചെന്നൈ, കൊച്ചി, ബാംഗ്ലൂർ, എല്ലായിടത്തും സ്ഥലത്തുണ്ടായി. സോ മലയാളം മാത്രം സംസാരിച്ച ശീലം ഉണ്ടായില്ല എനിക്ക്. അങ്ങനെയായിരുന്നു നമ്മൾ ആദ്യം എല്ലാ ദിവസവും ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഫോർ 6 years കൺസിസ്റ്റൻ്റ് എല്ലാ ദിവസവും ഇംഗ്ലീഷ് തന്നെ സംസാരിക്കായിരുന്നു. സോ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഐ എം നോട്ട് ദാറ്റ് ഗ്രേറ്റ് ഓഫ് എ സ്റ്റുഡൻറ്റ്. പഠിപ്പിൽ എനിക്ക് പറ്റൂല. ഇപ്പം എൻ്റെ കോളേജ് കഴിഞ്ഞാള്. ഇനി ഈ കോളേജിന് സെം എക്സാം ലെറ്റ്സ് സേ ഇറ്റ് സ്റ്റാർട്ട്സ് ഓൺ the 1st of April. എനിക്ക് ആ മാസത്തിൻ്റെ മുന്നേ ഒരു 10-15 ദിവസം മുമ്പ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങണം പാസ്സാവാൻ. എൻ്റെ ഫ്രണ്ട്സ് 3-4 ദിവസം എടുക്കുന്ന സമയത്താണ് ഞാൻ 2-3 ആഴ്ചയിലെടുത്ത് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത് തന്നെ. സോ അൺടിൽ 4th or 5th it was easy, എളുപ്പമുള്ള 4ാം ക്ലാസ് വരെ. പിന്നെ മാത്സ് വന്നപ്പോഴാണ് ഇച്ചിരി ബുദ്ധിമുട്ടായത്. പിന്നെ എവറിത്തിങ് വാസ് ഗോയിങ് വെൽ. പക്ഷേ സിസ്റ്റർ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോൾ നാട്ടിൽ നിന്ന് പഠിക്കണമെന്ന് തോന്നി ഒബ്വിയസ്ലി. സോ ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയ ബാരിയർ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഡെയിലി സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാണല്ലോ. സോ ആ ഇംഗ്ലീഷിൽ തോട്ട്സാണ് ഞാൻ എപ്പോഴും ഇംഗ്ലീഷാണ് ചിന്തിക്കാറ്. അത് ഞാൻ എങ്ങനെ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് കുറച്ച് ബുദ്ധിമുട്ട്. സ്ലാങ്സ് പഠിക്കാനും ഈ ആക്സന്റ് തന്നെ വരാനും ഇച്ചിരി പണിയായിരുന്നു. നാട്ടിൽ ഞാൻ പള്ളിയൂർത്തിയിൽ തന്നെ കണ്ണമാലിയിൽ ചിന്മയ വിദ്യാലയയിലായിരുന്നു പഠിച്ചത്. ഫ്രം 7th till 12th വരെ ഞാൻ അവിടെ തന്നെയായിരുന്നു. സോ ദാറ്റ് വാസ് അമേസിങ്. സ്കൂൾ വാസ് ആബ്സല്യൂട്ട്ലി എ ബ്ലാസ്റ്റ്. കുറേ ആൾക്കാരെ കാണാൻ പറ്റി, കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ലോകത്ത് വേറെ എവിടെ പോയാലും കൊച്ചിയിൽ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വേറെ എങ്ങും പഠിക്കാൻ പറ്റില്ല. സോ ഒരു മലയാളത്തിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നടന്നത് കേരളത്തിലേക്ക് 10th സ്റ്റാൻഡേർഡ് തൊട്ടാണ്. വീട്ടിൽ നമ്മൾ മലയാളം തന്നെ സംസാരിക്കാറുന്നില്ല. ചേച്ചിയുടെ ഇംഗ്ലീഷ് ആണെങ്കിലും പക്ഷേ എങ്ങനെ ഒരു കോൺവെർസേഷൻ നടത്താനും കോമഡി പറയാനും എല്ലാം ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. സോ ഐ ഹാഡ് ടു ലിസൺ എ ലോട്ട്. കുറെ പ്രേമമില്ലേ നമ്മുടെ പടം നിവിൻ പോളിയുടെ 10-20 പ്രാവശ്യം ഇരുന്ന് കാണുമായിരുന്നു ഞാൻ എങ്ങനെ സംസാരിക്കും എന്നുള്ളതെല്ലാം. കാരണം സംസാരത്തിൽ കൂടെയാണല്ലോ നമുക്ക് കണക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. സോ യെസ്, ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് ആഫ്റ്റർ വൈൽ ഇറ്റ്സ് ജസ്റ്റ് ബീയിങ് യുവർ സെൽഫ്. സോ പിന്നെ ഒരു കുഴപ്പമില്ലായിരുന്നു. ആക്ച്വലി ഇംഗ്ലീഷ് റിലേറ്റഡ് ബിസിനസ്സുള്ള ഓണ്ടർപ്രണേഴ്സിന്റെ ലൈഫ് സ്റ്റോറി വേറൊരു ട്രയാങ്കിളിലാണ് വർക്ക് ആവാറ്. ആക്ച്വലി ഇംഗ്ലീഷ് അവരൊരു പ്രത്യേക സിനാരിയയിലോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലോ എൻകൗണ്ടർ ചെയ്തിട്ട് പിന്നീട് അത് പഠിക്കണം, ഇംഗ്ലീഷ് ത്രൂ ഒരു ഇൻസൾട്ടഡ് ആയിട്ട് പിന്നീട് പഠിക്കണം എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷിലേക്ക് വന്ന് ഓണ്ടർപ്രണറായ ബിസിനസ്സുകാരുണ്ട്. ജോണിയുടെ കേസിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ജോൺ ഓൾറെഡി ഇംഗ്ലീഷിലാണ് കൂടുതൽ ടൈം കോൺവെർസേഷൻ നടത്തിയിരുന്നത്. മലയാളം പഠിക്കുക എന്നുള്ളത് ഒരു ടഫ് ജേർണി ആയിരുന്നു. ഒന്നും പറയണ്ട. ബട്ട് മെയിൻലി ബിക്കോസ് നമ്മ തന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും നാട്ടിലും ഇന്ത്യയിലും ഇംഗ്ലീഷ് സംസാരിച്ച ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് അവർ തരാറുണ്ട്. സോ ഫോർ എക്സാമ്പിൾ വെനെവർ ഐ വെന്റ് ടു റെസ്റ്റോറൻറ്റ്സ്, കാഫേസ്, ഞാൻ എപ്പോഴെങ്കിലും മെനു ചോദിക്കുമ്പോൾ അവർ എന്നോട് സംസാരിക്കുന്ന രീതി ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. എൻ്റെ കൂട്ടുകാരന്മാരോട് സംസാരിക്കുന്ന രീതിയും അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഐ വാസ് തിങ്കിങ് ലൈക്ക് ദാറ്റ്സ് നോട്ട് ഫെയർ. ഞാനൊരു പൊട്ടനാണ് ആക്ച്വലി. കാരണം പഠിപ്പിൽ എനിക്ക് അത്രയും ഇതൊന്നുമില്ല. ഓൺലി തിങ് ഐ നോ ഇസ് കമ്മ്യൂണിക്കേഷൻ. സോ ആ സ്റ്റാൻഡേർഡ് വെച്ച് മാത്രം എനിക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. This business is one of them. The relations I've made is just a few examples of the relationships which I've made just from my communication skills. എപ്പോഴെങ്കിലും ഈ ഇംഗ്ലീഷിലെ പ്രൊണൗൺസിയേഷൻ അല്ലെങ്കിൽ ആക്സെന്റ് കാരണം ഇവിടെ ട്രോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? പിന്നെ അല്ലാണ്ട് ഇന്നലെ തന്നെ ഇപ്പം നമുക്കൊരു പേജ് ഉണ്ടല്ലോ, അവിടെയാണ് നമുക്ക് കൂടുതൽ സ്റ്റുഡൻസ് കിട്ടാറുള്ളത്. സോ നാച്ചുറലി പറയുമ്പോൾ നമ്മുടെ കൊച്ചി ഇംഗ്ലീഷ് സ്ലാങ്ങും ചെന്നൈയിൽ ഇംഗ്ലീഷ് സ്ലാങ്ങും ബാംഗ്ലൂരിലെ സ്ലാങ്ങും ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലോ. സോ ഓരോ പ്രാവശ്യം ഞാനൊരു വീഡിയോ ഉണ്ടാക്കുമ്പോൾ പുതിയ ആൾക്കാർ സംസാരിക്കുമ്പോൾ അവർ നോക്കും, ഇവരത് ഇങ്ങനെ സംസാരിക്കണത്. ദാറ്റ്സ് മൈ നാച്ചുറൽ ആക്സെൻറ്റ്. ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇനി പ്രൊനൗൺസിയേഷൻ ഇംപ്രൂവ് ചെയ്യാൻ തന്നെ കുറേ ആക്സെൻറ്റ്സ് പ്രാക്ടീസ് ചെയ്യുന്നത് സത്യമാണ്. But my natural accent is this. I've never faked it. I've never made it into something which it isn't.
ഇത് തന്നെയായിരുന്നു എൻ്റെ നാഷണൽ ആക്സെന്റ്. പക്ഷേ കളിയാക്കപ്പെടുന്ന പിന്നെ അല്ലാണ്ട് മലയാളത്തിൽ തന്നെ ആൾക്കാർ കളിയാക്കാറുണ്ട്. അതിനിപ്പോൾ എന്താ. ജോൺ, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഇംഗ്ലീഷിലെ സ്കില്ലേ അതൊരു ബിസിനസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാന്ന് എപ്പോഴാണ് തോന്നിയത്? ആക്ച്വലി ഞാനൊരു കോളേജ് ഫസ്റ്റ് ഇയർ ആയപ്പോൾ ഫ്രീലാൻസിങ് ഇംഗ്ലീഷ് ടീച്ച് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഹാവിങ് എൻ ഇൻകം ഇസ് ഓൾവേസ് നൈസ്. സോ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പണ്ടൊരു ക്ലാസ്മേറ്റിൻ്റെ ബ്രദർ വീട്ടിൽ വന്ന് പഠിക്കുമായിരുന്നു. റിച്ചേർഡ് എന്നായിരുന്നു പേര്. സോ എൻ്റെ ഫ്രീലാൻസ് വർക്ക് ഭയങ്കര ഹെവി ആയി തുടങ്ങിയപ്പോൾ എനിക്ക് ഇയാളെ പഠിപ്പിക്കാൻ പറ്റിയില്ല. സോ അവൻ്റെ സ്കൂളും കഴിഞ്ഞ് അടുത്ത വർഷം പോണ മുമ്പ് എനിക്ക് വേറൊരു ഫ്രണ്ട് ഉണ്ട് മസ്കറ്റിൽ തന്നെ. സോ ഹി ഓൾസോ സ്പീക്സ് ഇംഗ്ലീഷ് ജസ്റ്റ് ലൈക്ക് മീ. സോ ഞാനോട് പറഞ്ഞു കൊടുത്ത്, എടാ നീ ഇവനെ പഠിപ്പിക്കുക, ഓൺലൈൻ തന്നെ പഠിപ്പിക്കുക, എന്നിട്ട് എല്ലാം ഓക്കെ ആയി പോകുന്നുണ്ടെങ്കിൽ ദെൻ ലെറ്റ്സ് സീ വെയർ ഇറ്റ് ഗോസ്. സോ ഹി വാസ് ദ ഫസ്റ്റ് ടീച്ചർ ഓഫ് ബ്രൈറ്റ് സൈഡ് ഇംഗ്ലീഷ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ പോയി. പിന്നെ ഒഫീഷ്യലായിട്ട് ആദ്വിക എന്ന് പറഞ്ഞൊരു കൊച്ചിനെ ഞാൻ ഹയർ ചെയ്തായിരുന്നു. സോ ദാറ്റ് വൺ സ്റ്റുഡൻറ്റ് ടോൾഡ് ഹിസ് ഫ്രണ്ട്സ്, എന്നിട്ട് ദേ ടോൾഡ് ദെയർ ഫ്രണ്ട്സ്. എന്നിട്ട് അങ്ങനെ ഇത് കൂടി പോയപ്പോൾ ഫ്രീലാൻസിങ്ങും കോളേജ് വർക്കിൻ്റെ ഒപ്പം തന്നെ ഈ ബിസിനസ് അങ്ങനെ തന്നെ ഗ്രോ ചെയ്യാൻ തുടങ്ങി. സോ ആസ് ഓഫ് നൗ വി ഹാവ് 57 സ്റ്റാഫ് മെമ്പേഴ്സ്, മോസ്റ്റ് ഓഫ് ദം ടീച്ചേഴ്സ്, and we've taught at least 1,000-2,000 students with this last month. സോ ബിസിനസ് തുടങ്ങിയ റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഈ സ്കില്ല് ഒരാളെ പഠിപ്പിച്ച് അയാളുടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണുമ്പോൾ എൻ്റെ സ്റ്റാഫിന് തന്നെ തോന്നും, ഓ വാവ്, കാശ് മാത്രമല്ല എനിക്ക് ജോലി കൂടി കിട്ടുന്നത്. ഒരു സ്റ്റുഡൻറ്റിനെ പഠിപ്പിക്കുമ്പോൾ അവരുടെ മൂത്തുള്ള വെളിച്ചമുണ്ടല്ലോ, ഓ അങ്ങനെയായിരുന്നോ. ആ വെളിച്ചം കാണുമ്പോൾ തന്നെ ടീച്ചേഴ്സ് മനസ്സിലാവും, ഓക്കെ I want to do this much more, which is why this was able to be growing very, very fast as well. So അങ്ങനെയാണ് ഈ ബിസിനസ് തുടങ്ങിയത്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റുഡൻസിന്റെ ഒരു എക്സ്പീരിയൻസ് ഓർമ്മയുണ്ടോ? പിന്നെ ആദ്യം ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറയും, പേര് ഞാൻ ഒബ്വിയസ്ലി പറയുന്നില്ല, പക്ഷേ അവൻ നമ്മുടെ ടീച്ചേഴ്സിൽ ഗ്രാമർ കുഴപ്പമില്ലായിരുന്നു, പ്രൊണൗൺസിയേഷൻ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അവന് പെണ്ണുങ്ങളോട് സംസാരിക്കാൻ ഭയങ്കര പേടി. ആണുങ്ങളോട് നന്നായിട്ട് സംസാരിക്കുമായിരുന്നു. ഹി കുഡ് സ്പീക്ക് വെരി കോൺഫിഡൻറ്റ് ആസ് വെൽ. പക്ഷേ എല്ലാ പെണ്ണുങ്ങളും, നോട്ട് ജസ്റ്റ് പീപ്പിൾ ഹു ഹി ലൈക്ക്, സംസാരിക്കുമ്പോൾ അവന് വിക്ക് വരുമായിരുന്നു എപ്പോഴും. സോ ഒന്നെങ്കിൽ എനിക്ക് 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അന്ന് ഞാനായിരുന്നു എല്ലാം മാനേജ് ചെയ്യുന്നത്. ഗിവ് ഹിം എ മെയിൽ ട്യൂട്ടർ സോ ദാറ്റ് ഹി ഇസ് ടോട്ട് ഹൗ ടു സ്പീക്ക് വിത്ത് ഓൾ ദാറ്റ് സ്റ്റാഫ്, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഒരു ഗേൾ ടീച്ചർ കൊടുക്കാൻ വേണം. പ്രൊഫഷണൽ ആയതുകൊണ്ട് വേറെ ഒന്നും നടക്കില്ല, നിങ്ങൾക്ക് ഉറപ്പായിരുന്നു. സോ അങ്ങനെ ഒരു സ്റ്റാഫ് വന്നപ്പോൾ ഇറ്റ് വാസ് റിയലി കൺഫ്യൂസിങ്. കാരണം ഇവന് ഗ്രാമർ അറിയാം, പ്രൊണൗൺസിയേഷൻ ഉണ്ട്, സെൻറ്റൻസ് ഫ്രെയിമിംഗ് ഉണ്ട്, പക്ഷെ എന്നാലും എനിക്ക് വാ തുറക്കുമ്പോൾ തലയിലുള്ളത് വായിൽ വന്നില്ല. സോ ആ ടീച്ചറുടെ കഴിവും നമ്മൾ ഒന്നിച്ച് കുറേ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ സംബന്ധിച്ച് ഇപ്പം അവൻ ഒരു HR മാനേജറായിട്ട് ഓൾവേസ് ഇൻ്റർവ്യൂസ് മോസ്റ്റ്ലി ടീച്ചിങ് പൊസിഷൻസ് as well. So that was one very funny incident where how do you handle a student who is good in English but they struggle with this small aspect. സോ അങ്ങനത്തെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ദിസ് ഇസ് ജസ്റ്റ് വൺ വിച്ച് സ്റ്റിക്സ് ടു മീ. കാരണം ഇത് തുടങ്ങിയപ്പോൾ ആദ്യത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. സോ അതാണ് എൻ്റെ മനസ്സിൽ വന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജിനോടുള്ള ഒരു പാഷൻ ഓക്കെ, ടീച്ചിങ്ങും ഒരു സെപ്പറേറ്റ്ലി തന്നെ ഒരു ഫോക്കസ് വേണ്ടതോ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് വേണ്ടതായിട്ടുള്ള ഒരു ഏരിയ. അപ്പോൾ ഈ ടീച്ചിങ്ങും ഇംഗ്ലീഷ് ലാംഗ്വേജിനോടുള്ള ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കമ്പൈൻ ചെയ്ത്? വെൽ യൂഷ്വലി ഞാൻ എപ്പോഴെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കഴിവ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. സ്കൂളിൽ വെച്ചും ചെറുപ്പത്തിൽ തൊട്ടും someone asks me something, I can make them understand in a very simple manner. സോ എനിക്ക് ആകെയുള്ളൊരു അമേസിങ് സ്കിൽ വാസ് കമ്മ്യൂണിക്കേഷൻ. സോ ഫ്രം എ സ്മോൾ ഏജ് ഇറ്റ് സെൽഫ് ആരെങ്കിലും ചോദിക്കും, എടാ ഇതെങ്ങനെ പറയാൻ പറ്റും, ഈ പ്രസൻറ്റേഷൻ ഞാൻ എങ്ങനെ സ്പീക്ക് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഞാൻ 2-3 കാര്യങ്ങൾ എപ്പോഴും പറഞ്ഞു കൊടുക്കായിരുന്നു. സോ ഫ്രം എ ചൈൽഡ്ഹുഡ് ഇറ്റ് സെൽഫ് ഞാൻ അറിയാതെ തന്നെ ഐ വാസ് ടെക്നിക്കലി എ ടീച്ചർ. സോ വൺസ് ഐ റീച്ച് ദാറ്റ് പോയിന്റ് വേർ ഇതൊരു കോച്ചിങ് ബിസിനസ് ആക്കാൻ പറ്റും, എനിക്ക് എൻ്റെ ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചാൽ ഐ ഡിസൈഡഡ് ടു പുട്ട് മൈ ഫുട്ട് ഓൾ ദ വേ ഡൗൺ ആൻഡ് കംപ്ലീറ്റ്ലി ഫോക്കസ് ഓൺ ദാറ്റ് ആസ്പെക്ട് as well. സോ ടു സേ ഹൗ ഐ കണക്റ്റഡ് ബോത്ത് ഓഫ് ദം എനിക്കത് അറിയാൻ പാടില്ല. കാരണം ചെറുപ്പം തൊട്ട് തന്നെ ഇറ്റ് വാസ് ഓൾറെഡി കണക്റ്റഡ്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഒരു ഫ്രീലാൻസ് ബിസിനസ് ആയിട്ടാണ്. അതിൻ്റെ ഒരു ഓവർ ദ ഇയറിലെ ഒരു ഗ്രോത്ത് കണ്ടിട്ടാണ് ഇപ്പോൾ ഒരു ഫുൾ ടൈം ബിസിനസ്സിലേക്ക് വന്നത്. ആ ഒരു ചേഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു? തുടക്കത്തിൽ അത് അഡാപ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? വെൽ ആദ്യം ഞാൻ ഫ്രീലാൻസ് ചെയ്ത് ഞാൻ തന്നെ പഠിപ്പിക്കണമായിരുന്നു. പിന്നെ ഈ ബ്രൈറ്റ് സൈഡ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ എൻ്റെ കമ്പനി, അത് ഞാൻ എൻ്റെ ടീച്ചേഴ്സ് സ്റ്റാഫ് ചെയ്ത് അവർ തന്നെയാണ് പഠിപ്പിക്കുന്നത്. മാനേജിങ് ബോത്ത് ഓഫ് ദം വാസ് പെർട്ടിക്കുലർലി ഡിഫിക്കൾട്ട് ബട്ട് ഓൾസോ ഇറ്റ് വാസ് വെരി ഗുഡ്. കാരണം ഞാൻ പഠിപ്പിക്കുന്ന 70-80 സ്റ്റുഡൻസിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ എൻ്റെ ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യായിരുന്നു. പിന്നീട് വരുന്ന സ്റ്റാഫ് ആ ടീച്ചേഴ്സ് ട്രെയിൻ ചെയ്യായിരുന്നു. സോ ദ ഗ്യാപ്പ് ബ്രിഡ്ജിങ് ബോത്ത് ഓഫ് ദം വാസ് നോട്ട് ദാറ്റ് ഡിഫിക്കൾട്ട്. ബട്ട് ദ പ്രോബ്ലം വാസ് മാനേജിങ് കോളേജ്, മാനേജിങ് മൈ ഫ്രീലാൻസ് വർക്ക് ആൻഡ് മേക്കിംഗ് ഷുവർ ദാറ്റ് ദിസ് ബിസിനസ് ഗ്രോസ്. കാരണം നമ്മൾ സ്റ്റുഡൻസ് കിട്ടുന്നത് ഓബ്വിയസ്ലി സോഷ്യൽ മീഡിയ വഴി കൂടെയാണ്. എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ്ലി 2 തവണ റീൽസ് പോസ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞാൽ അത് മാനേജ് ചെയ്യാനും വളരെ തലവേദനയുള്ള ഒരു സാധനമാണല്ലോ. സോ transitioning both of them was particularly easy, but making sure that they are consistent and growing, okay, that was a little bit difficult. So yes. അങ്ങനെ ഫ്രീലാൻസ് സ്റ്റാർട്ട് ചെയ്തു. അതിലിപ്പോൾ സ്റ്റുഡൻസ് വേണം. എങ്ങനെയാണ് ഈ സ്റ്റുഡൻസ് ജോണയെ ട്രസ്റ്റ് ചെയ്ത് വന്നു തുടങ്ങിയത്? ഒന്നും പറയണ്ട. വെൽ യൂഷ്വലി നമ്മൾ തുടക്കത്തിൽ തന്നെ വേർഡ് ഓഫ് മൗത്ത് വഴിയാണ് നമുക്ക് സ്റ്റുഡൻസ് കിട്ടിക്കൊണ്ടിരുന്നത്. ആദ്യം പറഞ്ഞ സ്റ്റുഡൻറ്റ് അവൻ അവൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു,
പിന്നെ മാസം 1 or 2 സ്റ്റുഡൻസ് മാത്രം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്കിപ്പോൾ 5 സ്റ്റാഫ് ഉണ്ടായിരുന്നു ടീച്ചേഴ്സായിട്ട്. സോ ഐ നീഡ് ടു ഡു സംതിങ് സോ ഐ കുഡ് ഗെറ്റ് മോർ സ്റ്റുഡൻസ്. സോ പഴയ രീതിയിൽ ഞാൻ ആദ്യം ചിന്തിച്ച് നോക്കി, പോസ്റ്റേഴ്സ് പ്രിന്റ് ചെയ്യാം, പത്രത്തിൽ പേപ്പർ കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ എല്ലാ ടീച്ചർമാരിനെയും വിളിച്ച് മിസ്സേ നമ്മൊരു കാര്യം തുടങ്ങുന്നുണ്ട്, ഇത് വേണമെങ്കിൽ ഇങ്ങോട്ട് വരൂ, ഇതൊക്കെയാണ് ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. ബട്ട് ദെൻ ഐ വാസ് ലൈക്ക് social media was just booming back then. This was just post-COVID. So ആ സമയത്തിന് I was thinking, let's start a page എന്നിട്ട് ഞാൻ അറിയുന്ന സാധനങ്ങൾ ടിപ്സ് ആയിട്ട് കൊടുക്കാം. സോ ഡെയിലി ഞാൻ ഭയങ്കര വലിയ പ്രൊഡക്ഷനിലും ഒരു പോഡ്കാസ്റ്റ് മൈക്കൊക്കെ ഉണ്ടായിരുന്നു, ഒരു പ്രോപ്പർ സ്റ്റുഡിയോ ക്യാമറ ഉണ്ടായിരുന്നു, അതിൽ ഫിൽം ചെയ്യാൻ തുടങ്ങി. ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് ഡെയിലി ഒരു 1 time പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. സോ ഒരു 2-3 മാസം എൻക്വയറീസ് വന്നായിരുന്നു, which was 5 students, ഇപ്പോൾ 15 students ആയിപ്പോയി. സോ I was really happy. So ഇത് സംബന്ധിച്ച് there was this one reel of mine which hit 900,000 views. And over 2 days we went from 2,000 followers to 100,000 followers. Excellent. In 2 days. ഈ സമയത്ത് there was ഒരു പീരീഡ്, ആ ദിവസത്തിൽ കഴിഞ്ഞ ആഴ്ച നമുക്ക് ഡെയിലി 3-4 എൻക്വയറീസ് മാത്രം വരാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഡെയിലി 50 to 70 എല്ലാ ദിവസവും വന്നിട്ടുണ്ടായിരുന്നു. ദിസ് വാസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ആസ്പെക്ട്. കാരണം ഞാൻ മാത്രം എല്ലാവരും റിപ്ലൈ ചെയ്യുന്ന സമയം എന്ന് വെച്ചാൽ 3-4 മണിക്കൂർ തന്നെ അങ്ങനെ പോയായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി ദർ ഇസ് നോ നീഡ് ഫോർ പെയ്ഡ് അഡ്വർടൈസ്മെന്റ്സ്, ദർ ഇസ് നോ നീഡ് ഫോർ എനി കൈൻഡ് ഓഫ് പോസ്റ്റേഴ്സ് ഓർ സംതിങ്. കോണ്ടന്റ് വഴി നമ്മൾ എന്റർടൈൻമെന്റ് ആണ് മോസ്റ്റ്ലി പ്രൊവൈഡ് ചെയ്യുന്നത്. എഡ്യൂക്കേഷണൽ ടിപ്സ് ഈ സമയത്ത് വർക്ക് ചെയ്യാറില്ല, കാരണം ഭയങ്കര സാച്ചുറേറ്റഡ് ആയ കുറേ ആൾക്കാരുണ്ട്. സോ ഐ ഡിസൈഡഡ് ലെറ്റ്സ് മേക്ക് ഫൺ ഓഫ് പീപ്പിൾ, let's post content that people enjoy, എന്നിട്ട് അവസാനം we'll give a portion, we're also providing these courses, if you're interested send us a message. So അങ്ങനെ വന്നിട്ടാണ് നമ്മൾ സ്റ്റുഡൻസ് വരാൻ തുടങ്ങിയിട്ടും, and even as of now 1 year later we're still following that as well. Okay. So yes, അങ്ങനെയാണ് സ്റ്റുഡൻസ് കിട്ടാൻ തുടങ്ങിയത്. ഓക്കെ. സോ വൺസ് സ്റ്റുഡൻസ് എൻ്റർ ആയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും പുതിയ ചാലഞ്ചസ് ഫേസ് ചെയ്തു? കാരണം വോളിയം ഇൻക്രീസ് ആവാണ്. മുമ്പുണ്ടായിരുന്ന സ്റ്റുഡൻസിന്റെ നമ്പർ അല്ല പിന്നീട് സഡൻ ആയിട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് ഇൻകമിങ് വരുന്നത്. സോ അതെങ്ങനെ മാനേജ് ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രഗിൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു പീരീഡ് ഉണ്ടോ? Of course, yes. The biggest issue was, thankfully, ഞാൻ hire ചെയ്ത staff was very talented. Within the last 3 years, I've interviewed at least 680 to 750 teachers by myself. പക്ഷെ ഞാൻ ആകെ ഹയർ ചെയ്തിരിക്കുന്നത് 57 സ്റ്റാഫ് മാത്രമാണ്. കാരണം അവരുടെ ക്വാളിറ്റീസ് മാത്രമല്ല, അവരുടെ ഉള്ളിലുള്ള പാഷനും ആ പേഴ്സണാലിറ്റിയാണ് ഞാൻ നോക്കാറ്. സോ എനിക്കറിയായിരുന്നു അവരവരുടെ ജോലി അടിപൊളിയായിട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ there was this one period after we started growing in followers. നമുക്ക് ആകെ 17 സ്റ്റാഫ് ഉണ്ടായിരുന്നുള്ളൂ, but we had at least 300 students wanting to join our lessons. And this was the biggest issue which I had. കാരണം ഇത്രയും പിള്ളേരുണ്ട് പക്ഷെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റൂലെന്ന് വിചാരിച്ചാൽ അതൊരു വലിയ മോശമുള്ള കാര്യമല്ലേ? കാരണം എനിക്ക് I have something that will change your life, but I can't give it to you right now. I'm going to lose money. That was really difficult. But one thing which I understood is ഞാനൊരു പൊട്ട തെറ്റ് ചെയ്തു. I started hiring a lot of bad teachers. I hired anyone who I could find so that they could start teaching them. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ക്വാളിറ്റീസ് കുറയാൻ തുടങ്ങും. 2 ക്ലാസ് കഴിഞ്ഞപ്പോൾ I'm stopping. ഞാൻ റീഫണ്ട് കൊടുത്തു, saying I'll give you your money back, but I won't give you a bad service. So അവരങ്ങനെ പോയി. But then I decided there are a lot of competitors അല്ല നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് കുറേ തന്നെ. സോ ഐ വാസ് ലൈക്ക് അവരെല്ലാ മാസം ലൈക്ക് ഒരു ലിമിറ്റ് ഇല്ല സ്റ്റുഡൻസ് വന്നതനുസരിച്ച്. സോ ലെറ്റ്സ് ഫ്ലിപ്പ് ദാറ്റ്. ഇനി മുതൽ നമ്മൾ ആകെ 50 സ്റ്റുഡൻസ് മാസം എടുക്കോളൂ എന്ത് വന്നാലും. എൻക്വയറീസ് വരുന്നുണ്ട്, ബട്ട് ദെൻ ഐ സേ സോറി വി ക്യാൻ നോട്ട് ഗിവ് യു ദീസ് ലെസൺസ്, കാരണം നമുക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അവർ ടീച്ചേഴ്സ് വിൽ ഓൺലി ഗിവ് യു 1-on-1 ലെസൺസ്, സോ വി ക്യാൻ നോട്ട് ടേക്ക് യു ദ സ്റ്റുഡൻറ് റൈറ്റ് നൗ. That really changed. So അടുത്ത മാസം we had 600 inquiries, and then we were never short on students at all. So that one struggle where I could not handle the number of students, I flipped it and made it into a more prestigious coaching academy. എല്ലാവർക്കും വരാൻ പറ്റില്ല. There are some tests you need to pass. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ you need to make sure that you have the money ready, you are consistent with lessons. So അങ്ങനെ switch ചെയ്തപ്പോൾ our entire business model changed. Instead of just a normal coaching center, we became something where you had to wait in line to get. So yes, അതാണ് ഏറ്റവും biggest struggle ആദ്യം തന്നെ. ജോൺ ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിനെ ടീച്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു കേരളത്തിലെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡോ വെച്ച് എന്താണ് ഒരു ഫീഡ്ബാക്ക് ഇംഗ്ലീഷ് ലേൺ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ ഒരു കപ്പാസിറ്റിയെ കുറിച്ച്? വെൽ, കമ്പാരിറ്റീവ്ലി നമുക്ക് കിട്ടുന്ന സ്റ്റുഡൻസ് എല്ലാം നോർത്ത് ഇന്ത്യന്നാണ്. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മോസ്റ്റ്ലി അബവ് കേരളയും കൂടെയാണ് നമ്മൾ നോക്കാറ്. പക്ഷേ കമ്പയർ ടു പീപ്പിൾ ഇൻ കേരള അവർക്ക് ഇംഗ്ലീഷ് ലെസൺസ് ഒരു ആവശ്യമില്ല. കാരണം ബാക്കി കമ്പയർ ടു ദ റെസ്റ്റ് ഓഫ് ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വ്യൂ ചെയ്യുന്ന കോണ്ടന്റ് തന്നെ ഇംഗ്ലീഷിലാണ്. യൂട്യൂബ് വീഡിയോ, ഷോർട്സ്, റീൽസ് എല്ലാം ഇംഗ്ലീഷിലാണ്. നമ്മൾ കാണുന്ന സിനിമയും സീരീസും TV കാണുന്ന ഷോസ് എല്ലാം ഇംഗ്ലീഷിലാണ്. So an average Malayali is always close to English.
പിന്നെ കമ്പയർഡ് ടു റെസ്റ്റ് ഓഫ് ഇന്ത്യ, കേരളയിൽ ദി amount ഓഫ് പീപ്പിൾ ദാറ്റ് ആർ ലേണിംഗ് ഇൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസ് ആർ ഓൾസോ വെരി ഹൈ. സോ ആകെയുള്ള പ്രശ്നം പ്രാക്ടീസ് മാത്രം ഇല്ലാത്തതാണ്. ഇപ്പം ഞാൻ മലയാളത്തിൽ ചെയ്ത പോലെ തന്നെയാണ് അവർ ഇംഗ്ലീഷിൽ ചെയ്യേണ്ടത്. എല്ലാ ദിവസവും സംസാരിച്ച് നോക്കുക, കാണുന്ന കാര്യങ്ങൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാൻ തന്നെയുള്ളൂ. ഇതിനൊരു പ്രത്യേകിച്ച് കോഴ്സ് ജോയിൻ ചെയ്യേണ്ട ഒരു കാര്യമില്ല. അൺലെസ് യു വാണ്ട് ടു പാസ് എ ടെസ്റ്റ് വിച്ച് ഇസ് IELTS OET, then you need an extra hand. പക്ഷേ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ, ഇഫ് യു ആർ എ മലയാളി and if you want to learn English, you don't have to join any course. There are so many materials which you can find online. പോട്ടെ, just talk to a friend in English, force yourself, തന്നെ വന്നോളും. So yes, compared to the rest of India, ഒരു മലയാളിക്ക് ഇംഗ്ലീഷ് പെട്ടെന്ന് ലേൺ ചെയ്യാനും പറ്റും, സംസാരിക്കാനും പറ്റും. So yeah. ജോണയുടെ ഈ ഒപ്പീനിയൻ കറൻ്റ്ലി ഒരു മാർക്കറ്റ് ട്രെൻഡിന് എഗെയിൻസ്റ്റ് അല്ലേ? ഇപ്പോൾ നെയിംലി തന്നെ മൾട്ടിപ്പിൾ ബ്രാൻഡ്സ് ഇംഗ്ലീഷ് സ്പീക്കിങ്ങിൻ്റെ കോഴ്സുകൾ നല്ല രീതിയിൽ മാർക്കറ്റിൽ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അത് കൂടുതൽ ഒരു എന്റർടൈൻമെന്റ് കവറോട് കൂടിയിട്ടാണ് അവർ ഇത് പ്രസന്റ് ചെയ്യുന്നത്. സോ ഇത് രണ്ടും തമ്മിൽ ഒരു കോൺട്രഡിക്ഷൻ ഫീൽ ചെയ്യുന്നില്ല? മേ ബി. പക്ഷേ തിങ്കിങ് ഫ്രം എ ടീച്ചേഴ്സ് പെർസ്പെക്റ്റീവ് ആൻഡ് തിങ്കിങ് ഫ്രം എ ബിസിനസ് പെർസ്പെക്റ്റീവ് രണ്ടും ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു ബിസിനസ് പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ കേരളത്തിൽ കുറേ ആൾക്കാരാണ് എൻ്റെ സഹായം വേണ്ടത്, ഞാൻ അവരെ പഠിപ്പിക്കണം, പഠിപ്പിച്ചുകൊണ്ടിരിക്കണം, കുറേ രീതികളും പഠിക്കണം. ഫ്രം എ ടീച്ചേഴ്സ് പെർസ്പെക്റ്റീവ് ഐ എം ലൈക്ക്, എന്തിനാണ്? നിങ്ങൾക്കറിയാം ഇംഗ്ലീഷ്, അത് പഠിക്കാനുള്ള രീതികളും ഞാൻ കാണിച്ചു തരാം. അത് നമ്മുടെ വെബ്സൈറ്റിൽ കുറേ ഫ്രീ മെറ്റീരിയൽസും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കാരണം മോസ്റ്റ് ഓഫ് മൈ സ്റ്റാഫ് ആ മലയാളി. ഞാൻ ഹയർ ചെയ്യുന്ന ആൾക്കാർ ഐ തിങ്ക് 70% ആർ പീപ്പിൾ ഹു ആർ ഫ്രഷേഴ്സ് ആൻഡ് ദേ ഹാവ് നോ ഫോമർ ടീച്ചിങ് എക്സ്പീരിയൻസ്. It's very easy as a Malayali to learn English. I can sit here and say that English പഠിക്കണമെങ്കിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യണം, കോഴ്സ് ജോയിൻ ചെയ്യണം, കാശ് ഉണ്ടാക്കാം. പക്ഷേ മൈ മെയിൻ ഗോൾ ഈസ് കുറേ ആൾക്കാർ ഞാൻ അവരെ കണ്ടിട്ടുണ്ട്, കുറേ ബിസിനസ് ഇവൻസിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ സംസാരിച്ചപ്പോൾ ഒരു കോമ്പറ്റീഷൻ ഞാൻ ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. കാരണം I feel them not as competitors but as partners, because we have the same goal. Our goal is to make India a place where people are known for communication. ഇപ്പം നമുക്ക് കുറേ മീംസും ട്രോൾസും കാണാറുണ്ട്, വേർ ഡു നോട്ട് റെഡീം മീം, ഇങ്ങനത്തെ കുറേ മീംസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സ്റ്റഫ് ലൈക്ക് ദിസ് ഇസ് റിയലി അനോയിങ്. കാരണം വി ആർ വെരി സ്മാർട്ട് ബട്ട് വി ആർ നോട്ട് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ്. സോ ഇങ്ങനത്തെ കുറേ ബ്രാൻഡ്സും കാര്യങ്ങളും ഞാൻ കാണുമ്പോൾ ഐ നെവർ സീ ദം എസ് കോമ്പറ്റീഷൻ, വിച്ച് ഇസ് വൈ കേരളനെ സംബന്ധിച്ച് നോക്കുമ്പോൾ technically an average Malayali does not need strict practice to learn English. You only need a flow where എല്ലാ ദിവസവും കുറച്ച് പണി ചെയ്യണം. ഇനി നിങ്ങൾക്കൊരു ടീച്ചറുടെ ആവശ്യമുണ്ടെങ്കിൽ we'll provide it for you. പക്ഷേ ഇൻ മൈ പേഴ്സണൽ ഒപ്പീനിയൻ ആസ് യുവർ ഹംബിൾ ടീച്ചർ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി, തന്നെ പഠിച്ചോളൂ. ദാറ്റ്സ് മൈ ഒപ്പീനിയൻ. ബിസിനസ് ഒപ്പീനിയൻ ഇസ് ഡിഫറെൻറ്റ്, ബട്ട് ആസ് എ ടീച്ചർ ദിസ് ഇസ് മൈ ഒപ്പീനിയൻ. ജോൺ ഒരു യങ് ഓണ്ടർപ്രണറാണ്. സോ ഈ ഒരു ജേണിയിൽ ഇങ്ങനെ ഒരു കോൺസിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡിസിപ്ലിൻ ആയിട്ട് നിൽക്കുന്നതിൻ്റെ പിന്നെയുള്ള സീക്രട്ട് എന്താണ്? ഗോഡ്, ദർ ഇസ് നോ സീക്രട്ട്. ഹോപ്പ്ഫുള്ളി എനിക്ക് നിങ്ങളെ ഒന്ന് പറയായിരുന്നു ഇത് 2-3 കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി, ഒരു അമേസിങ് പവർ നിങ്ങളുടെ ഇടയിൽ വരും. ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. ആൻഡ് ദ പ്രോബ്ലം ഇസ് ഇറ്റ്സ് വെരി സിമ്പിൾ. ഇറ്റ്സ് നോട്ട് ഈസി, ഇറ്റ്സ് സിമ്പിൾ. ചെയ്യേണ്ട കാര്യങ്ങൾ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ അത് ചെയ്യാൻ ഭയങ്കര പണിയാണ്. സോ ഫോർ എക്സാമ്പിൾ, എൻ്റെ ഏജിലുള്ള കുറേ ആൾക്കാർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും, പണ്ടത്തെ പോലെ ഒരു ജോലി വേണമെന്നല്ല, എനിക്കൊരു ബിസിനസ് തുടങ്ങണം എന്നാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ അവരുടെ ask yourself if you can do this. College in the sem exam ഇടയ്ക്ക് can you make 2 reels a day? Can you interview 3 teachers? And can you make sure that you handle problems? ഇതിൻ്റെ ഇടയ്ക്ക് can you give your family time? Can you give the people who you love time? And can you find time for yourself? If you can do all of this every single day, then the sky is the limit basically. പക്ഷേ ഏറ്റവും വലിയ സ്ട്രഗിൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഇടയ്ക്കുണ്ടായിരുന്നു, രണ്ടാമത്തെ സെമ്മിലാണെന്ന് തോന്നുന്നു. മൈ പാരൻസ് ആർ റിയലി സപ്പോർട്ടീവ്. അവരില്ലെങ്കിൽ ഐ കുഡ് നോട്ട് ബി ഹിയർ. പക്ഷേ ഒരു ഡിപ്പ് വന്നായിരുന്നു എൻ്റെ മാർക്സിൽ. ഞാനൊരു അടിപൊളി സ്റ്റുഡൻ്റ് ആയതുകൊണ്ടേ മാർക്കിൽ ഒരു ചെറിയ ഡിപ്പ് ഉണ്ടായപ്പോൾ അവർ പറഞ്ഞു, മോനെ ഇതൊക്കെ കൊള്ളാം, പക്ഷെ മാർക്ക് കുറഞ്ഞ നീ പരിപാടി നിർത്തണമെന്ന് പറഞ്ഞു. അവരും ബ്ലെയിം ചെയ്തൊരു കാര്യമല്ലോ, നമ്മൾ തന്നെ പറഞ്ഞാൽ. സോ ആ സമയത്ത് ഞാൻ ഈ ബിസിനസ് ഒരു 2 മാസം നിർത്തിയായിരുന്നു. കോണ്ടന്റ് പുറത്ത് പോയില്ല, ഒന്നും പോയില്ല. എൻക്വയറീസ് വന്നായിരുന്നു, പക്ഷെ അത്ര നന്നായിട്ട് പോയിട്ടുണ്ടായില്ല. മാർക്സും തിരിച്ചു വന്നായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് what I needed to understand is 24 hours a day. What can I do in these 24 hours a day where 6 മണി കഴിഞ്ഞിട്ട് പ്രാർത്ഥനയുടെ സമയം ഉണ്ടാവും, മമ്മിയുടെ അമ്മച്ചിയുടെ ഒപ്പം ഇരിക്കാനുള്ള സമയം ഉണ്ടാവും, രാത്രി കൂട്ടുകാരോട് സംസാരിക്കുന്ന സമയം ഉണ്ടാവണം. അപ്പോൾ രാവിലെ കോളേജ് കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് ഇറ്റ് വാസ് പോസിബിൾ. ആൻഡ് ആഫ്റ്റർ എ വൈൽ ഇറ്റ് ബിക്കേം വെരി ഈസി ടു. ബട്ട് ദ മെയിൻ തിങ് ഈസ് എൻ്റർടൈൻമെൻറ്റ് മാറ്റി വെക്കണം. ഞാൻ കുടിക്കാറില്ല, വലിക്കാറില്ല, ഒന്നും കാര്യങ്ങൾ ചെയ്യാറില്ല. ആകെ എനിക്ക് ഇഷ്ടമുള്ളത് when I see something I like to eat, ഞാനത് ചെയ്യാറുണ്ട്. പക്ഷേ sometimes you need to cut off entertainment and sacrifice your own happiness so that these things can happen. It's very easy after you start delegating some stuff. Ippa technically I'm a little bit more free. College and gainu. So I'm doing more things which I enjoy. Going to the gym in the morning, continuing my boxing lessons very well.
But the secret for people my age, in order to be disciplined, is sacrifice things that you like, but do things for others that make you happy. So എനിക്ക് എൻ്റെ സന്തോഷം കിട്ടിയില്ലെങ്കിലും മമ്മീനെയും എൻ്റെ കൂട്ടുകാരെ സന്തോഷിപ്പിച്ചാൽ I'll be happy. So ആ ഒരു ഫസ്റ്റ് പീരീഡിൽ അത് സാക്രിഫൈസ് ചെയ്താൽ then you can be disciplined, you can be consistent. So that's my little advice. ഫാമിലിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ഒരു ജേർണിയിൽ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? എനിക്കൊരു മോശം സ്വഭാവമുണ്ട്. ഒരു റിസൾട്ട് കിട്ടിയാൽ മാത്രമേ ഞാൻ പറയുള്ളൂ. സോ ആദ്യത്തെ 2 വർഷം മമ്മിക്കൊന്നും അറിഞ്ഞൂടായിരുന്നു, പപ്പക്കൊന്നും അറിഞ്ഞൂടായിരുന്നു. ആദ്യത്തെ സ്റ്റുഡൻറ്റ് കിട്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ അവരോട് പറഞ്ഞത്. സ്ട്രഗിൾസ് ഞാൻ അവരെ കാണിക്കാറില്ല. ബിക്കോസ് നൗ ഡേയ്സ് ആസ് വി നോ കേരളയിൽ എത്ര പ്രശ്നങ്ങളാണ് നടക്കുന്നത്. യു നോ വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട്. അത് സംബന്ധിച്ച് നോക്കുമ്പോൾ വെൻ യു ടെൽ യുവർ പാരൻസ് യു ആർ സ്ട്രെസ്ഡ് ദിൽ ഗെറ്റ് വറീഡ്. കർത്താവിനെ എന്ത് ചെയ്യാൻ പോണെയാണ്, എന്ത് വലിച്ചു കയറ്റാൻ പോണെന്ന് അവർക്ക് അറിയാൻ പറ്റില്ലല്ലോ. സോ മൈ പാരൻസ് ഹവ് ട്രെയിൻ മീ വെരി വെൽ. നന്നായിട്ട് റേസ് ചെയ്തിട്ടുണ്ട്, ചെയ്യണമെന്നറിയാം. പക്ഷെ വെൻ യു ആർ ലിസ്ണിംഗ് ടു ഓൾ ദീസ് നെഗറ്റീവ് തിങ്സ് ആ തോട്ട് മനസ്സിൽ വരാറുണ്ട്. സോ ഐ ഡിസൈഡഡ് ഐ ഓൺലി ടെൽ മൈ പാരൻസ് വെൻ എവർ ഐ സക്സീഡ്. വെൻ ഐ ഫെയിൽ ഐ കീപ് ഇറ്റ് ടു മൈ സെൽഫ്. ഇത് പറഞ്ഞ് ഐ എം നോട്ട് വെരി ഡിപ്രസ്ഡ് ഓർ എനിത്തിങ്. I've always been interested in philosophy. Stoicism is something which I learned for a long period of time. Basically, നമ്മുടെ അറൗണ്ട് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമ്മൾ അതിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് I've never been pressured in any business situation or so. But ഫാമിലിയുടെ സപ്പോർട്ട് ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ they have been really supportive. ട്രഡീഷണൽ ഇന്ത്യൻ പാരൻസ് ആർ ഓൾവേസ് ലൈക്ക് ഓക്കെ ഇതൊക്കെ ചെയ്തോ, പക്ഷെ പഠിപ്പ് മുന്നിച്ച് പോകണം. അത് ആദ്യത്തെ 2-3 മാസങ്ങൾ ഉണ്ടായിരുന്നു. But after a while, I showed them what I'm doing, how successful it is. They were like, okay, we trust you now. And that's the most important thing which they can do. And something which I've understood from my father itself, ഒരു എക്സ്പെക്ടേഷൻസ് ഒരിക്കലും ഉണ്ടായിരുന്നില്ല എൻ്റെ അടുത്ത്. He always knew, എന്ത് ചെയ്താലും do it in a happy way. But you're my son always and I will love you nonetheless. My mother is also the same. ചേച്ചിനെ കുറിച്ചൊന്നും പറയണ്ട, എന്ത് ചെയ്താലും ചേച്ചി ഫുൾ സപ്പോർട്ട് തന്നെയായിരിക്കും. So yes, parents have been completely crucial to me as well. And obviously I can't thank them enough. So yes, they've been super supportive. ഇതിൻ്റെ ഒരു ബിസിനസ് സൈഡ് ഉണ്ടല്ലോ. ജോൺ ഒരു ബിസിനസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളല്ല. സോ ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് സോൾവ് ചെയ്തിരുന്നത്? Well, obviously business family നല്ലെങ്കിലും my father is really smart. So പണ്ട് തൊട്ട് തന്നെ അങ്ങനെ എന്ത് പറഞ്ഞാലും he taught me to think outside the box from a very young age. Whenever you're looking at something, look at it from 4 different angles. ചെറുപ്പം തൊട്ടേ I've had that opinion. I always asked why to my teachers and stuff. That was always there. But the biggest thing which I've understood is I'm not very adventurous. ഞാൻ പുറത്ത് അത്രയും പോവാറില്ല. I'm not ready to try a lot of new things. So I've never experienced as much as an average 21-year-old. But one thing which I've understood is to develop a skill to learn from other people's mistakes. That is something which I've absolutely mastered. I've made sure to observe a lot of people. എന്നിട്ട് അവരെന്ത് പറയുന്നോ അവരെന്ത് തെറ്റ് ചെയ്യുന്നത് ഞാൻ നന്നായിട്ട് പഠിക്കും. എന്നിട്ട് അത് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യും. എങ്ങനെ ആ തെറ്റിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാം, ആ തെറ്റ് വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നീട് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റീഡിങ് ബുക്സ്. ഐ ഹേറ്റ് റീഡിങ് വന്ന എനിക്ക് ഭയങ്കര ഉറക്കം വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഫോർ ദ ലാസ്റ്റ് 1 year or 2 years I've read 70 to 80 different type of business books. ഒരു എക്സസൈസ് ആയിട്ട് കാണുന്ന നോക്കുമ്പോൾ ദിവസം ഒരു 3-4 പേജസ് വായിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. വായിച്ചാൽ മാത്രം പോയാൽ വായിച്ച് മനസ്സിലാക്കി ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അത് ചെയ്യുന്ന കുറേ ബിസിനസ്സും കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. ആൻഡ് ദെൻ അനദർ തിങ്, എൻ്റെ ഒരു ബിസിനസ് എന്ന് വെച്ചാൽ മോസ്റ്റ്ലി ഹ്യൂമൻ റിസോഴ്സ് റിലേറ്റഡ് ആണ്. പ്രശ്നങ്ങൾ വരുന്നത് ആൾക്കാർ തമ്മിലാണ്. സിസ്റ്റംസ് അത്രയും ഇല്ല. ആകെ സിസ്റ്റംസ് ഉള്ളത് ഐ ഹാവ് എ റിയലി ടാലൻറ്റഡ് വെബ് ഡെവലപ്പർ. എന്നിട്ട് അങ്ങനെ അത് മൊത്തം നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തലവേദന ഉണ്ടാവില്ല. സ്റ്റുഡൻസിൻ്റെ പ്രശ്നം, ടീച്ചേഴ്സിൻ്റെ എമർജൻസി ഉണ്ടാവും, ക്ലാസ് റീസ്കെഡ്യൂൾ ചെയ്യണം. ഇത് വരുമ്പോൾ ഇഫ് യു ബി എ ഗുഡ് ഹ്യൂമൻ ദെൻ ദർ ഇസ് നോ പ്രോബ്ലം, യു ക്യാൻ ബി വെൽ. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് വാട്ട്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഇൻ ബീങ് എ ലീഡർ. Confidence, communication, all of this is important. പക്ഷേ I think compassion is really important. ഒരാൾ തെറ്റ് ചെയ്തു, still seeing them as a human instead of an employee is really important. അത് കഴിയുമ്പോൾ കാശ് മാത്രമല്ലായിരിക്കും ആ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നത്. There's a bond which you create. So whatever problem which I faced, handling it in a friendship and a sports type manner has helped me really well. So yeah. ഈ ജേണിയിൽ എപ്പോഴെങ്കിലും ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണം, ഗിവ് അപ്പ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? Well, though I can't lie saying that it's getting difficult. പക്ഷെ ഒരിക്കലും ഗിവ് അപ്പ് എന്ന വാക്ക് എൻ്റെ മനസ്സിൽ ഇതുവരെ വന്നിട്ടുമില്ല. I've always cursed at people saying that my life isn't difficult. കാരണം നമുക്കറിയാം when there's difficulty, if you're the right man for it, നിങ്ങളുടെ ജീവിതം അതനുസരിച്ച് നന്നായിട്ട് കൂടും, ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടും. So my parents, because they're so amazing, my life has been very easy. So I've always thought, I want my life to be difficult. So ഓരോ പ്രോബ്ലം വരുമ്പോൾ my productivity and efficiency doubles for some reason. I don't know why. So ഇതൊരു പ്രശ്നം ഇപ്പോഴും വന്നാലും I'm more excited to it.
കാരണം വൺസ് യു ക്രിയേറ്റ് സിസ്റ്റംസ്, ഇഫ് ദ സിസ്റ്റംസ് ആർ വെൽ, നന്നായിട്ട് പോയേക്കും. പക്ഷെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓക്കെ എന്താണ് നമുക്ക് ഇന്ന് നോക്കാം, അതൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് എനിക്ക്. ആൻഡ് ദർ വർ ഒബ്വിയസ്ലി ടൈംസ് പരീക്ഷ കിടക്കും, ദർ വർ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, വെൻ എവറിഥിങ് വാസ് ഗോയിങ് ഡൗൺ. പിന്നെ അവസാനമായിട്ട് കിടക്കാൻ പോകുന്ന സമയത്ത് ഒരു വലിയ പ്രശ്നം വരുന്ന കുറേ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ദെൻ യു ഡോണ്ട് ഹാവ് ദിസ് എക്സൈറ്റ്മെന്റ്. ബട്ട് താങ്ക്ഫുള്ളി ആ സമയത്ത്, ബിക്കോസ് ഓഫ് ദ ഫിലോസഫീസ് വിച്ച് I've read, I've understood like, okay, let's get this done and then go to sleep. Just that mindset of don't give up and don't be a wimp, that's helped me a lot of times. Just don't give up, that's it. So yeah, അങ്ങനത്തെ ഒരിക്കലും മനസ്സ് വന്നിട്ടുമില്ല, ഇനി വരുവില്ല. പക്ഷെ വന്നാലും I have people who can support me, and even if I fail, I know I have the skills now to build it back up again. But that's never going to happen. So yeah. ജോണെ സംബന്ധിച്ച് മൾട്ടി ഡയമെൻഷനിലാണ്. അതായത് ജോണ ഒരു ഓൺടർപ്രണർ ആണ്, ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു, കിക്ക് ബോക്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈഡ് ഹസിൽ പാഷൻ ഉണ്ട്. ഇതെല്ലാം കൂടിയിട്ട് എങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്യാൻ പറ്റിയത് ആ ടൈമുകളിൽ? Well, boxing by the way, but balancing all of them was understanding what is priority. So ചില സമയത്ത് എനിക്ക് ബോക്സിംഗ് പോകാൻ ഇഷ്ടപ്പെടില്ല, രാവിലെ എഴുന്നേക്കാൻ മടിയായിരിക്കും. സോ ഐ ട്രൈ ടു ഫൈൻഡ് എൻജോയ്മെന്റ് ഇൻ ദ വർക്ക് ഐ ഡു. ചില സമയത്ത് എപ്പോഴും പഠിക്കാൻ ഇഷ്ടമല്ല. സോ ഞാൻ പഠിച്ച ആദ്യം തീർക്കാം, എന്നിട്ട് ബോക്സിംഗ് പോകുമ്പോൾ ഇൽ ബി മോർ എൻജോയബിൾ, ക്ലാസ്സിൽ പോകാം ഇൽ ബി മോർ എൻജോയബിൾ. So understanding what sucks first and doing that at the beginning of your day, then the rest of the things will be something you look forward to. Now, there were days where boxing was very difficult. പിന്നെ ക്ലാസ് ഭയങ്കര മോശമായിരുന്നു, ടെസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ പഠിച്ചില്ല. ഇനി ക്ലാസ്സിനിടയ്ക്ക് ചെയ്യുമ്പോൾ അവൻ വന്നു, എനിക്ക് റീസ്കെഡ്യൂൾ ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് ബിസിനസ്സിൻ്റെ സൈഡിലും കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. When everything goes wrong, what you do then is, okay, I'll order a burger. And then it's finished. Everything is easy. Try to understand what makes you happy. And then once you find those things, do that at the end of the day. So you have something to look forward to. So that's what helped me in balancing everything. And after a while, it just became like a well-oiled machine working on its way day by day and stuff too. So yes, balancing was fairly okay for me. നമുക്ക് ജോണിയുടെ ബിസിനസിനെ കുറിച്ച് സംസാരിക്കാം. ബ്രൈറ്റ് സൈഡ് എന്നാണ് ബിസിനസിന്റെ പേര്. എന്താണ് ബ്രൈറ്റ് സൈഡ് ചെയ്യുന്നത്? ആരൊക്കെയാണ് ബ്രൈറ്റ് സൈഡിന്റെ കസ്റ്റമേഴ്സ്? ഓക്കെ, വെൽ, ബ്രൈറ്റ് സൈഡ് ഇംഗ്ലീഷ് തുടങ്ങിയത് അറൌണ്ട് 2020 മാസങ്ങളിലായിരുന്നു. നമ്മൾ 2024 പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ആയത്. സോ ബ്രൈറ്റ് സൈഡ് ഇംഗ്ലീഷ് ടീച്ചേഴ്സ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ടു എനി വൺ ഹു സ്ട്രഗിൾസ് വിത്ത് ഇറ്റ്. നമ്മൾ പിക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ആർ നോട്ട് ബിഗിനേഴ്സ്, പീപ്പിൾ ഹു നോ ഇംഗ്ലീഷ് ബട്ട് ദേ സ്ട്രഗിൾ വിത്ത് സർട്ടൻ ആസ്പെക്ട്സ് ഓഫ് ഇറ്റ്. ഇനി ചിലവർക്ക് പ്രൊണൗൺസിയേഷൻ ഇഷ്യൂസ് ഉണ്ടാവും, ചിലർക്ക് കോൺഫിഡൻസ് ഇഷ്യൂസ് ഉണ്ടാവും, ചിലവർക്ക് സംസാരിക്കാൻ പറ്റും പക്ഷെ ചിന്തിക്കാനുള്ള രീതിയും പറയുന്നത് ഭയങ്കര തെറ്റായിരിക്കാം. സോ നമ്മൾ ഓഫർ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി പേഴ്സണലൈസ്ഡ് ക്ലാസ്സസ് ആണ്. All of it is one-to-one, and it's not like a normal institution where we have a fixed course. എന്തുവന്നാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഉറപ്പായിട്ടും പഠിപ്പിക്കും, കാരണം അതില്ലെങ്കിൽ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. പക്ഷെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ അതാണ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഇനി കഴിഞ്ഞ 2 മാസം മുമ്പ് നമ്മൾ ഗ്രൂപ്പ് ക്ലാസ്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. കാരണം ചിലവർക്ക് മനസ്സിലായി 1-on-1 ടീച്ചർ വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ 5 ക്ലാസ് കഴിയുമ്പോൾ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആവും. ഞാൻ നിങ്ങളൊപ്പം തന്നെ സംസാരിക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷേ ആഫ്റ്റർ എ വൈൽ you stop improving. It's just a conversation then. But instead, ക്ലാസ്സിൽ വേറെ 2-3 ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ അവരോട് സംസാരിക്കുമ്പോൾ then you have to struggle again. So that's something which we're implementing. It's going very well. It can go much better, of course, which is why we're growing it as well. But as of now, our primary customers are people who want to do good in English, but mostly communication. സോ നമ്മൾ യൂഷ്വലി പഠിപ്പിക്കുന്നത് എല്ലാം ഇംഗ്ലീഷിലോട്ട് മാത്രം റെസ്ട്രിക്റ്റ് ചെയ്യുന്നതല്ല. യു കെൻ യൂസ് ഇറ്റ് ഇൻ മലയാളം, യു കെൻ യൂസ് ഇറ്റ് ഇൻ ഹിന്ദി, വട്ട് എവർ ഹെൽപ്സ് യു ദ മോസ്റ്റ്. ബട്ട് ആസ് വി നോ ഇൻ എ കൺട്രി ലൈക്ക് ഇന്ത്യ വെർ ഇംഗ്ലീഷ് ഇസ് എ വെരി വെരി ഓപ്പർച്യൂണിസ്റ്റിക് ലാംഗ്വേജ്, വട്ട് എവർ വി ടീച്ച് ഇറ്റ് വർക്ക്സ് ബെസ്റ്റ് ഇൻ ഇംഗ്ലീഷ്. സോ ദാറ്റ്സ് വൺ തിങ് നമ്മുടെ പ്രൈമറി കസ്റ്റമേഴ്സും കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ. വളരെ കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണ് ഇംഗ്ലീഷ് ടീച്ചിങ് റിലേറ്റഡ് ബിസിനസ് എന്ന് പറയുന്നത്. ഈ ഒരു കോമ്പറ്റീഷനിൽ എങ്ങനെയാണ് ബ്രൈറ്റ് സൈഡിൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു കസ്റ്റമേഴ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? ഓക്കെ, വെൽ, ഫസ്റ്റ് ഓഫ് ഓൾ, വൺസ് ഐ അണ്ടർസ്റ്റുഡ് കോണ്ടന്റ് ഇസ് ദ മോസ്റ്റ് സിമ്പിൾ വേ ടു ഡു. കാരണം ഇപ്പം എനിക്ക് എന്ത് വേണമെങ്കിലും ട്രൈ ചെയ്യാം, എനിക്ക് കോളേജ് ഒബ്ലിഗേഷൻസ് ഒന്നുമില്ല. സോ ഐ എം റെഡി ടു ട്രൈ ലോട്ട് ഓഫ് ന്യൂ തിങ്സ്. പക്ഷേ എൻ്റെ ടൈം കൺസ്ട്രക്ഷൻസ് വെച്ച് നോക്കിയപ്പോൾ കോണ്ടന്റ് വാസ് ദ ബെസ്റ്റ് തിങ് വിച്ച് ഐ കുഡ് ഡു. ഇനി അതിൽ തന്നെ ഭയങ്കര തലവേദനയാണോ? നിങ്ങൾക്ക് അറിയാലോ എന്ത് ട്രൈ ചെയ്യാൻ പറ്റും, എന്താണ് തെറ്റ്, ഓരോ കാര്യങ്ങൾ എപ്പോൾ പോസ്റ്റ് ചെയ്യണം, എത്ര സമയത്തിന് പോസ്റ്റ് ചെയ്യണം, അതൊക്കെ ഭയങ്കര തലവേദനയായിരുന്നു. സോ ആദ്യം വി യൂസ് ടു ഡു എ ലോട്ട് ഓഫ് ട്രയൽ ആൻഡ് എറർ. ബാക്കി ആൾക്കാർ എന്താ ചെയ്യുന്നത്, ഏത് റീൽസാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതും അത് നമ്മൾ കോപ്പിയല്ല, എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, നമ്മുടെ രീതിയിൽ എങ്ങനെ ചെയ്യാം, നമ്മൾ ആദ്യം ചെയ്തത്. ഒന്നും നടന്നില്ല, 2 മാസം ഒന്നും നടന്നില്ലായിരുന്നു. എന്നിട്ട് പിന്നീട് ഡെയിലി ഡൂയിങ് ദിസ് തിങ് ഫെയിലിംഗ് അഗൈൻ വാസ് വൺ തിങ്. ബട്ട് ദെൻ എന്നിട്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വി സോ ദിസ് വൺ വീഡിയോ വേർ നിർമ്മല സീതാറാം വാസ് സേയിങ് സംതിങ് അബൌട്ട് GST. സോ അതിനകത്തൊരു കോൺസെപ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, ആൾക്കാർക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ദിസ് വാസ് ദ റീൽ ദാറ്റ് ഗോട്ട് മീ ടു 100,000 followers. So I understood one thing. So content is working, we are getting students.
ബട്ട് വാട്ട് ഡു വി ഡു അപ്പാർട്ട് ഫ്രം കോണ്ടന്റ്? ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ട്രൈ ചെയ്യാൻ നോക്കി. വേറെ പല ടെക്നീക്സും പഠിപ്പിക്കാൻ നോക്കി. പിന്നീട് ഞാൻ പരസ്യം വരെ കൊടുക്കാൻ തുടങ്ങിയായിരുന്നു. ഒന്നും നടന്നില്ല. So then I understood, let's switch and try entertainment. And that clicked very well. So the marketing strategy which we've used for the last 2 years or so is where we clip Bollywood celebrities or any relevant topics. എന്നിട്ട് അവരെന്തെങ്കിലും പറയുന്ന തെറ്റുണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കും. ഗ്രാമർ മിസ്റ്റേക്സ്, പ്രൊണൗൺസിയേഷൻ മിസ്റ്റേക്സ്, അല്ലെങ്കിൽ പിന്നീട് അവർ പറയുന്ന കാര്യങ്ങൾക്ക് വിക്ക് വരുന്നുണ്ട്. അപ്പം നമ്മൾ അതെങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും നോക്കും. Basically, show example, show solution. We also have a course which can help you with this. That's our primary marketing strategy as of now. പിന്നീട് ഓബ്വിയസ്ലി ഓവറോൾ കോഴ്സ് നല്ലതാവുമ്പോൾ റിവ്യൂസ് വരാൻ തുടങ്ങി, വേർഡ് ഓഫ് മൗത്ത് വരാൻ തുടങ്ങി. ആൻഡ് നൗ ഹോപ്പ്ഫുള്ളി വി ആർ ലുക്കിംഗ് ടു അഡ്വർടൈസ് മോർ, സോ പീപ്പിൾ നോ വി ആർ ഹിയർ. സോ അങ്ങനെ. ബട്ട് പ്രൈമറിലി മാർക്കറ്റിംഗ് ത്രൂ സോഷ്യൽ മീഡിയ തന്നെയാണ് നമ്മുടെ പ്രൈമറി ലീഡ് ജനറേഷനും സ്റ്റുഡൻസ് കിട്ടാനുള്ള മാർഗം. ജോന ഭയങ്കര യങ് ഏജാണ്, 21 years ഓഫ് ഏജിലാണ്. ഈ ഏജിൽ എങ്ങനെയാണ് സ്റ്റാഫിനെ ഹയർ ചെയ്യുന്നത്, അവരെ മാനേജ് ചെയ്യുന്നത്? വെൽ, മാനേജിങ് ഇച്ചിരി ഒരു പണിയുള്ളതായിരുന്നു. എസ്പെഷ്യലി അറ്റ് ദ ടൈംസ് വേർ സ്റ്റുഡൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഇല്ല. അപ്പോൾ ഹാപ്പ് ഹാസർഡി എല്ലാവരും കൊണ്ട് വലിച്ച് കയറ്റുന്നതും ക്വാളിറ്റി ചെക്കിങ് ഒക്കെ ചെയ്യുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് വൺ തിങ് വിച്ച് ഐ വാസ് ലുക്കിംഗ് ഔട്ട് ഫോർ, എന്ത് ഹയർ ചെയ്താലും നമ്മുടെ അതേ മോട്ടീവ്സും നമ്മുടെ മിഷൻ്റെ ഒപ്പം വാല്യൂ ചെയ്യുന്ന ആൾക്കാർ തന്നെ ആയിരിക്കണം. ഐ ഡോണ്ട് കെയർ. വീവ് ഹാഡ് പീപ്പിൾ ഫ്രം ഹാർവർഡ് അപ്ലൈ ഫോർ അസ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റീസും കുറേ US ക്ലയൻസും അവരുടെ ടീച്ചേഴ്സിനെ റെക്കമെൻഡ് ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ജസ്റ്റ് ബിക്കോസ് ഐ ഡിഡ്ന്റ് ഫീൽ that they were working here for teaching people, but I felt like they were working here for a job, it made me not hire them. So managing the samayathu, like I said, whenever ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ പ്രശ്നം മാത്രം നോക്കാണ്ട് അവരൊരു ഹ്യൂമൻ ആയിട്ടും അവർ ചെയ്യുന്ന ഒരു നല്ല മോട്ടീവിലാണെന്ന് നോക്കുമ്പോൾ മാനേജ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. പിന്നീട് സ്റ്റുഡൻസിനെ മാനേജ് ചെയ്യാൻ ഇച്ചിരി കൂടെ ബുദ്ധിമുട്ട് വന്നത് കാരണം അവർ കസ്റ്റമേഴ്സിൻ്റെ ഒപ്പീനിയൻ നോക്കുമ്പോൾ നമ്മൾ ചെയ്ത തെറ്റ് എന്ന് വന്നാലും ഉറപ്പായിട്ടും ഫസ്റ്റ് സേ വി ആർ സോറി, this is our mistake and we are working immediately to fix it. So ഞാൻ തന്നെയായിരുന്നു ആദ്യമെല്ലാം മാനേജ് ചെയ്യുന്നത്. ടെക്സ്റ്റിംഗ് ദ ടീച്ചേഴ്സ്, ടെക്സ്റ്റിംഗ് ദ സ്റ്റുഡൻസ്, പിന്നെ എന്തെങ്കിലും സിസ്റ്റം എറർ ഉണ്ടെങ്കിൽ ഞാൻ തന്നെയായിരുന്നു ആദ്യം നോക്കേണ്ടത്. പിന്നീട് ഒരു സമയം കഴിഞ്ഞപ്പോൾ when the cash flow was okay-ish, then I could afford a few talented people who could do my job for me. പിന്നീട് ഞാൻ എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് നോക്കാണ്ട് തന്നെ റെഫറൽസ് വെച്ച് തന്നെയായിരുന്നു ഞാൻ മോസ്റ്റ്ലി ചെയ്യാറുള്ളത്. ടീച്ചേഴ്സിൻ്റെ ആയിക്കോട്ടെ, ഇഫ് യു നോ എ ഫ്രണ്ട് ഓഫ് യോഴ്സ് ഹു ടീച്ചേഴ്സ് ഓർ സ്പീക്സ് ലൈക്ക് യു, ബ്രിങ് ദം ടു മീ, ഐ വിൽ ടീച്ച് ദം ഹൗ ടു ടീച്ച്. നമ്മൾ ഇതുവരെയും ആകെ 2 എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് മാത്രം ഹയർ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഫ്രഷേഴ്സാണ്, വർക്കിംഗ് പീപ്പിൾ ഫ്രം കോളേജ്. അപ്പോൾ അവർക്ക് പാഷൻ ഉണ്ടാവുമല്ലോ. ആൻഡ് ഇഫ് ദേ നോ ഹൗ ടു സ്പീക്ക്, ദേ വിൽ ബി ഏബിൾ ടു ടീച്ച് വെരി വെൽ ടു. സോ ദെൻ ഐ ഹയർഡ് എ വെരി ടാലന്റഡ് യങ് മാൻ ആൻഡ് ഹീ ഈസ് നൗ ഹാൻഡ്ലിംഗ് ദ ടീച്ചേഴ്സ് as well. Then I've always had an editor. ഇപ്പം ഞാനൊരു റീൽ ഉണ്ടാക്കും, അങ്ങനെ മറ്റൊരു റീൽ ഉണ്ടാക്കും, ഡെയിലി കൺസിസ്റ്റൻറ്റ് 2 ദിവസം പോസ്റ്റ് ചെയ്യാറുണ്ട്. ആൻഡ് ഹീ ഈസ് ഓൾസോ ഡൂയിങ് എവറിത്തിങ് വെരി okay-ish. Now recently I read this one book about managing. എന്നിട്ട് ദിസ് ഐ റെഡ് ലാസ്റ്റ് വീക്ക് ഓൺലി. സോ അത് വായിച്ച് നോക്കിയപ്പോൾ ഓക്കെ, ഞാൻ മിക്ക കാര്യങ്ങൾ ചെയ്യാറുണ്ട്. സോ ഐ എം നോട്ട് ഷുവർ ഹൗ ഐ ലേൺ ഹൗ ടു ഡു ദീസ് തിങ്സ്. ഐ വാസ് ഓൾവേസ് ലുക്കിംഗ് അറ്റ് വാട്ട് ദ പ്രോബ്ലം ഇസ്, സോൾവ് ദ പ്രോബ്ലം ഫസ്റ്റ് ആൻഡ് മേക്ക് ഷുവർ എവരിവൺ ഇസ് ഹാപ്പി. കാരണം ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ഒരു ടീച്ചറിന് തെറ്റ് പറഞ്ഞ് കൊടുത്താൽ they will keep it in their mind. എന്ത് വന്നാലും ഫ്യൂച്ചർ അവർ മീറ്റിങ്ങിൽ വരില്ല, അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന ഭാഷ മാറും. ഇതൊക്കെ എനിക്കൊരു കുഴപ്പമില്ല. ഐ എം യുവർ ബോസ്, യു ക്യാൻ ഹേറ്റ് മീ ഓൾ യു വാണ്ട്, ഇസ് ഫൈൻ. പക്ഷേ അത് സ്റ്റുഡൻസിന് ചിലപ്പോൾ സമയത്ത് കാണിക്കും. അവരുടെ മുഖം മാറിയാൽ തന്നെ പിള്ളേർക്ക് മനസ്സിലാവും ഓക്കെ സംതിങ് ഇസ് റോങ്. ആ ക്വാളിറ്റി ഓഫ് ദ ലെസൺ തന്നെ കുറയും. So sometimes sacrificing my own mental health itself, I say, okay, I will listen to you and I will make sure that you feel okay at the end. So that's the most important managing strategy which I've taken care of. So yes, അങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു. ഈ ഒരു ജേർണിയിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ഏതാണ്? Oh, that's a nice question. ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് അല്ലേ? Every day I go to bed thinking one thing that happened amazing was this, എന്നിട്ട് എങ്ങനെ ഉറങ്ങാറുള്ളൂ ഡെയിലി. So even though ഇത്രയും സ്ട്രഗിൾസ് ഉണ്ടായിട്ടും overall the journey has been absolutely amazing. കടങ്ങളൊന്നുമില്ല, എനിക്ക് ആർക്കൊന്നും ചോദിക്കാനും കാര്യങ്ങളില്ല, and everything has been going absolutely well. So വെൽതായിട്ട് നോക്കുമ്പോൾ everything is going very great. പക്ഷേ some things which I remember which were amazing was ആദ്യത്തെ ദിവസം ഞാൻ മമ്മിനോട് പറഞ്ഞപ്പോൾ ആദ്യത്തെ സ്റ്റുഡൻറ്റ് കിട്ടി. അന്നത്തെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നീട് നമുക്ക് ഫോളോവേഴ്സ് കൂടാൻ തുടങ്ങിയപ്പോൾ അപ്പം സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ വെനെവർ എൻ്റെ ഫോണിലിപ്പോൾ നോക്കിയാൽ കാണാം, ഞാനൊരു 3 വർഷം മുമ്പ് ഉണ്ടാക്കിയ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നു. മേക്ക് ഷുവർ ദാറ്റ് ബ്രൈറ്റ് സൈഡ് ഇംഗ്ലീഷ് റീച്ചസ് 10,000 followers. Make sure that your staff earn 10,000 rupees salary minimum. Make sure that you post 900 posts. All of these things is at the Nokumba. And now looking back at it, almost close to 1 million followers. Teachers are making more than enough money.
ഇതൊക്കെ നോക്കുമ്പോൾ we forget to remember why we started these things. So always recollecting why you did this and what your small goals were and where you are now വെച്ച് നോക്കുമ്പോൾ every day is something very happy. എന്നിട്ട് in the worst case scenario, I'm doing something which I love doing and that is a very big blessing. കുറേ ആൾക്കാർ എൻ്റെ കൂടുതൽ ടാലൻറ്റഡ് ആണ്, but because of other obligations they can't do it. So knowing what your position is and being grateful for that itself, you need to be very happy. So yes, that's one of the most happiest moments in my life, every single day. എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. Sure. ഈ ഒരു ജേർണിയിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടോ ഓർ ബിസിനസ് ത്രൂ പേഴ്സണൽ റിലേഷൻഷിപ്പിലോ ഉണ്ടായ എന്തെങ്കിലും ഇഷ്യൂസ് കാരണം സാഡായ ഒരു ദിവസം ഉണ്ടോ? Well, I never go to a position to make it sad. തെറ്റ് പറ്റി പ്രശ്നങ്ങളുണ്ട്, ബട്ട് ഡോണ്ട് ടേക്ക് ഇറ്റ് ടു യുവർ ഹാർട്ട് എന്ന് ഞാൻ വിചാരിക്കാറ്. ലൈക്ക് ഐ സെഡ്, ഒരു കാര്യം ഇഫ് യു വോണ്ട് ടു ഡു സംതിങ് ഗ്രേറ്റ്ലി യു ഹാവ് ടു മേക്ക് സാക്രിഫൈസസ്. എന്ത് വന്നാലും യു ഹാവ് ടു സേ നോ ടു ഗോയിങ് ഔട്ട് ടു യുവർ ഫ്രണ്ട്സ്. ദർ വർ സോ മെനി ഡേയ്സ് ഇൻ മൈ കോളേജ് ലൈഫ് വേർ അവരെന്നെ വിളിക്കുമായിരുന്നു, പീപ്പിൾ ഹു ഐ കെയർ അബൌട്ട്, പക്ഷേ ഐ ഹാഡ് ടു സേ ലൈക്ക് സോറിയടാ എനിക്കിന്ന് റേഷൻ കടയിൽ പോകണം, അല്ലെങ്കിൽ എനിക്ക് ഇതിന് പോകണം, കാരണം പഠിപ്പിക്കാന്ന് പറഞ്ഞപ്പോൾ അവർ അത്ര സീരിയസ് ആയിട്ട് എടുക്കുമല്ലോ. അതൊക്കെ പറയേണ്ട കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. Now, I know for a fact if I was lying to them for a bad reason, then of course I would stay back. പക്ഷേ വീട്ടിൽ ചെന്ന് I know I'm doing something great and I know that this is helping some persons as well. എന്നിട്ട് രാത്രി ഞാൻ അവരോട് സംസാരിക്കും, ടെക്സ്റ്റൊക്കെ ചെയ്യുമ്പോൾ it ends up okay-ish. Making sure that the sacrifices you make don't end up to your heart is really important. And having people around you that support you no matter what. Like വരാൻ പറ്റില്ല, എന്നാൽ ശരിയുടെ നമുക്ക് നാളെ കാണാൻ വരുമ്പോൾ ആൾക്കാരുണ്ടാവുമല്ലോ, അത് തന്നെയായിരുന്നു ഒരു ലക്കി ദിവസം തന്നെ. പക്ഷേ there were some things where കുറച്ച് കാര്യങ്ങൾ കഴിയുമ്പോൾ അവർ വിളിക്കാൻ തോന്നൂല. they'll be like എടാ അവൻ വരൂല എന്ന് തോന്നും. So there was a marriage of a really close friend of mine and then obviously they knew I wouldn't come but they didn't call me. But the problem was പരിപാടി നടക്കുന്നത് was exactly 30 seconds away from my house. എനിക്ക് നടന്നു പോകാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. So that was kind of like okay, that was kind of bad though. But that was just one example. Alanda, they've always been really loving. Everything has been super simple. And the saddest moment of my day would be when I have to say no to a student because നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തൊരു കുറച്ച് കാര്യങ്ങളുണ്ടാവും. പിന്നെ എൻ്റെ ടീച്ചേഴ്സിനും എൻ്റെ ഭാഗത്തൊരു തെറ്റുണ്ടെങ്കിലും that really hurts me. കാരണം ഇതുവരെ എനിക്കൊരു ബിസിനസ്സായിട്ട് ഇതുവരെ തോന്നിട്ടില്ല. I want to make sure that people who come to me learn to speak very well. And if there was a problem in that really hits me for some reason. I don't know why. എത്ര stoicism പഠിച്ചാലും when a student ends up leaving the course, maybe from their personal reasons, or sometimes we weren't able to provide quality, that really hurts me. But I think that's good. Anala, you'll be able to promote yourself and make sure that you're greater and greater. So yes, angana. യങ് ഏജ് ആണ്. ഈ ഏജിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഒരു നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു സക്സസും ഡീൽ ചെയ്യേണ്ടി വരും. ഈ ടൈമിൽ ഒരു മെന്ററോ അല്ലെങ്കിൽ ഒരു റോൾ മോഡൽ എന്ന രീതിയിൽ ആരെങ്കിലും ഉണ്ടായിരുന്നു? Well, particularly, like I said, ഞാൻ അത്ര ആൾക്കാരെ മീറ്റ് ചെയ്യാറില്ല. I've never looked into, obviously great people are always at business minds and stuff, but I thought to myself, think of who you are going to be 40 years from now and then compare yourself to that. So എൻ്റെ വിഷനിൽ ഒരു ഫ്യൂച്ചർ ജോണയുണ്ട്. ആ ജോണയാണ് എൻ്റെ മെൻറ്റർ. Where I want to reach, that's the person I'm comparing myself with. So when life gets difficult, I'll be like, what would I do in the future then? If he's bad at this, then I have to be greater than him. If he's better than me, okay, I have to be just as like him. So comparing yourself to yourself is probably the best mentor you could have. Now, tactically nokumba, there's this amazing mentor which I met. He acts as a consultant, but I met him as a friend itself. പുള്ളിക്കാരൻ തന്നെ കുറേ ബിസിനസ് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ he tells it to me. That's his main job. Whenever I do something wrong, you tell me what it is. So that's something which he's always told me. But primarily my biggest mentor would be, like every man, his father itself. Karnam, my dad had to sacrifice a lot of things to provide me and my sister the life we have now. So making sure that I don't misuse that. Daddy nikki idu thannittund. Let's utilize that absolutely well. And live a life where I am 50, 60 years old and I look back and say, okay, I did everything very well. So that's my mentor, I would say, me 40 years from now. ഇനി ബ്രൈറ്റ് സൈഡിൻ്റെയും ജോണിയുടെയും ഒരു ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള പ്ലാൻ എന്താണ്? Well, that's something which is a very good question. കാരണം എൻ്റെ കോളേജ് കഴിഞ്ഞ ആഴ്ച തന്നെയായിരുന്നു. I like learning. Learning is something which I enjoy doing now, especially when it's things which I particularly like doing as well. So എന്ത് വന്നാലും ഞാൻ പഠിക്കാൻ പോകും, obviously പുറത്തായാലും നാട്ടിലായാലും തന്നെ. പക്ഷേ I've understood that this is a calling to me. Students that come to me have told me how their life has changed. I'm not devoting any other business, പക്ഷേ when you teach someone something,
it isn't just money that you get. There's this unrecognizable value അവരുടെ മുഖത്ത് കാണാൻ പറ്റും, where now I have the skills to do things which I want. ആൾക്കാർക്ക് ജോലി ഇൻ്റർവ്യൂസ് പാസ്സാൻ പറ്റിയിട്ടുണ്ട്. They've been able to propose to their loved ones. They've been able to communicate themselves in meetings which have gotten them promotions and things. Life-changing stuff ചെയ്യാൻ തുടങ്ങുമ്പോൾ it builds something in you where you can never leave that. So I've understood that എന്ത് വന്നാലും this is obviously something which I'll keep in my side as well. Now, during college, ദിവസം 3-4 മണിക്കൂർ കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഇവിടെ വരെ എത്തിച്ചത്. ഇനി imagine myself dedicating 12 hours a day for this, where it can reach. So yes, that's what I'm planning to do, growing this to as maximum as possible, teaching as many students as possible, and growing this as well. So that would be my plan as of now. ഓക്കെ, ജോണിയുടെ എല്ലാ ഡ്രീമും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ജേർണി. Thank you so much. It was a pleasure talking to you.